നമുക്ക് ഈ സൈബർ തട്ടിപ്പുകളിൽ നഷ്ടപ്പെട്ട പൈസ പല അക്കൗണ്ടുകളിൽ കൂടെ ആണ് പ്രതികൾ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾ അവരുടെ അക്കൗണ്ട് കൊടുക്കുന്നത് മാത്രമല്ല, അവരുടെ അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻസ് ഈ ലെയർ 1 അക്കൗണ്ടിലാണ് വന്നത്. സോ അതിനകത്ത് കുറേ ലക്ഷക്കണക്കിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട്. ആ ബാക്കി വിവരങ്ങൾ ഇതിനകത്ത് അന്വേഷിക്കാനുണ്ട്. കൂടുതൽ ആൾക്കാരുടെ നിന്ന് പൈസ പോയിട്ടുണ്ട്. അതിൻ്റെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ട് ആവശ്യമുള്ള അവർക്ക് അറിയിക്കാനുള്ള ഒരു സംവിധാനം ചെയ്യുന്നുണ്ട്. അത് ബാക്കി ഞാൻ നോക്കണം ആക്ച്വലി. അല്ല, ഇവരോട് സംസാരിച്ച ആൾ മലയാളത്തിലാണ് സംസാരിച്ചത്. അപ്പോൾ ഇവരുടെ ഒരു റോളുണ്ട് എന്നത് നമുക്ക് വ്യക്തത ഉണ്ട്. പക്ഷേ ഇനി ആരൊക്കെയാണ് ഇതിനകത്തുള്ളത് എന്ന വിഷയം നമ്മൾ അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. അപ്പോൾ ഈ ഇന്നലെ മിനിയാന ഈ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ കൂടെ 2 പേരും നമ്മൾ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മട്ടാഞ്ചേരിയിലെ 2.88 കോടി രൂപയുടെ തട്ടിപ്പിൽ കൂടെ നമുക്ക് ശരിക്കൊരു സൂചനകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശക്തമായ നടപടി എടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം അവയർനെസ് കുറച്ചുകൂടി വർദ്ധിക്കാൻ വേണ്ടിയുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ഒത്തിരി അവയർനെസ് നടത്തിയാലും ഇതിനകത്ത് കുറേ കേസിൽ ഇപ്പോൾ ഉള്ള വിക്ടിംസിനെ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അവരിത് അറിഞ്ഞിട്ടില്ല എന്നതാണ്. അപ്പോൾ നമ്മൾ വേറെ വഴികൾ കൂടെ നമ്മളൊന്ന് കണ്ടുപിടിച്ചിട്ട് ആ വഴികൾ കൂടെ അവയർനെസ് ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയാണ് ശ്രമിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അക്കൗണ്ടുകളും മറ്റ് ഡീറ്റെയിലുകൾ അവർ പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ എന്താണ് റിസൾട്ട് വരുന്നത് അതനുസരിച്ചിട്ടുള്ള അന്വേഷണം നമ്മൾ നടത്തും. അങ്ങനെ ഒന്നും ഇപ്പോൾ ആയിട്ടില്ല. നമുക്ക് ഈ ട്രാൻസാക്ഷൻസിൻ്റെ അനാലിസിസാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് അനുസരിച്ച് നമുക്ക് ബാക്കി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കും. അപ്പോൾ ആ പരാതി നമ്മൾ ACP തൃക്കാക്കരക്ക് അയച്ചിട്ടുണ്ട്. കേസിൻ്റെ അന്വേഷണം കൂടെ അവിടെ തന്നെയാണ്. അതിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. ഇല്ല, ആ 2ാമത്തെ കേസിൽ ഇതുവരെ അവർ ഭാഗത്തു നിന്നൊരു റെസ്പോൺസ് ഇല്ല.